ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വിശ്രമമില്ലാത്ത ശിഷ്യരും യേശുവിൻ്റെ അനുകമ്പയും എന്ന വചനഭാഗമാണ്. ഇന്നത്തെ തിരുവചന ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നു, യേശുവിന് അവരോട് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു. ഇന്നത്തെ ഒന്നാം വായന ജെറമ്യ പ്രവാചന പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. പരാജിതരായ ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് പകരം യഹോവയായ ദൈവം തന്നെ അവരെ മേയ്ക്കാനായി ഇടയന്മാരെ നിയോഗിക്കും എന്നും, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന വചനഭാഗവുമാണ്. ആയതിനാൽ ഇടയധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. തോളിൽ കുഞ്ഞാടിനെയും പേറി മലയിറങ്ങി വരുന്ന നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ ഭവനങ്ങളിലും ദൈവാലയങ്ങളിലും നാം പ്രതിഷ്ഠിക്കാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുകമ്പാദ്രമായ കരുണാദ്രമായ നേതൃത്വ ശൈലിയെയാണ്. യഹോവയായ ദൈവം നമ്മുടെ ഇടയനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 23-ാം സങ്കീർത്തനമാണ് ഇതിൻ്റെ പശ്ചാത്തലവും. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇടയനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം കാണാൻ കഴിയും. ജനനേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഇടയന്മാരായി സങ്കല്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്കും പീഡിതർക്കും നീതി നടത്തിക്കൊടുക്കുക എന്നതാണ് ഇടയനായ രാജാവിൻ്റെ മുഖ്യധർമ്മവും. ഇസ്രയേലിൻ്റെ നേതാക്കന്മാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും നയിക്കുന്നതിനും പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. ഇന്നത്തെ ഒന്നാം വായനയിൽ ജെറമ്യ പ്രവാചന പുസ്തകം 23-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഈ ജനനേതാക്കൾക്കെതിരെയുള്ള ശക്തമായ താക്കീത് കാണാം. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നയിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചന പുസ്തകം 34-ാം അധ്യായം 3-4 വചനങ്ങളിൽ ഇസ്രയേലിലെ ഇടയന്മാർക്കെതിരെ ശക്തമായി താക്കീത് നൽകുന്നു. നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല, ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുക്കുന്നില്ല, മുറിവേറ്റതിനെ വച്ചുകെട്ടുന്നില്ല, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതെ പോയതിനെ തേടുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇത്തരം ഇടയന്മാരെ ഇടയസ്ഥാനത്ത് നിന്ന് താഴെയിറക്കി ദൈവം തന്നെ തൻ്റെ അച്ചഗണത്തെ നയിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് നീതിയുടെ ശാഖ മുളപ്പിക്കും. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും എന്ന് നടപ്പിലാക്കും. ഈ പ്രവചനം യേശുക്രിസ്തുവിൽ നിറവേറുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നതും വിശ്രമമില്ലാതെ അധ്വാനിച്ച് മടങ്ങിയെത്തുന്ന ശിഷ്യരുമായി അല്പം വിശ്രമത്തിനായി വിജനപ്രദേശത്ത് എത്തുന്ന യേശുവിനെയാണ്. അവിടെ കൂടിയിരിക്കുന്ന അവശ്യരും നിരാലംബരുമായ ജനക്കൂട്ടത്തെ കാണുമ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നുന്നു. അവിടുന്ന് അവരെ പഠിപ്പിക്കുകയും അപ്പം വർദ്ധിപ്പിച്ച് അവരെ സംതൃപ്തരാക്കുകയും ചെയ്യുന്നു. സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ രേഖപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കായിൽ പാപികളോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തന ശൈലി യേശു വ്യക്തമാക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനാണ് അവിടുന്ന് വന്നതെന്ന് യേശു വ്യക്തമാക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ഈ നല്ലിടയൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുന്നു. നല്ലിടയനായ യേശുവാണ് ആടുകളുടെ വാതിൽ. ജനത്തെ നയിക്കേണ്ട ഇടയന്മാർ യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കുന്നവരാകണമെന്നും യേശുവുമായുള്ള ഗാഢബന്ധമാണ് ഒരാളെ യഥാർത്ഥ ഇടയനാക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. യേശുവിനോടുള്ള പൂർണ്ണ സ്നേഹവും ഐക്യവുമാണ് ഇവിടെ പ്രധാനം. ആടുകൾ യേശുവിൻ്റേതാണ്. യേശുവാണ് യഥാർത്ഥ ഇടയൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നല്ല ഇടയനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന യേശു നല്ല ഇടയൻ്റെ 4 പ്രത്യേകതകൾ എടുത്തു കാട്ടുന്നു. ഒന്നാമതായി, സമൃദ്ധമായി ജീവൻ നൽകി ആടുകളെ പരിപോഷിക്കുന്നവനാണ് നല്ല ഇടയൻ. ഇന്നത്തെ സുവിശേഷത്തിൽ തിരക്കിനിടയിലും തൻ്റെ ചുറ്റും കൂടിയ ജനതയോട് അനുകമ്പ തോന്നി അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് സംതൃപ്തരാക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി, സുമനസ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. നല്ല ഇടയനായ ക്രിസ്തു നമുക്കായി തന്നെ കാൽവരി മലയിൽ സമർപ്പിച്ചു.
മൂന്നാമതായി ആടുകളെ വ്യക്തിപരമായി അറിഞ്ഞാദരിച്ച് സ്നേഹിക്കുന്നവനാണ് നല്ല ഇടയൻ. പിതാവും യേശുവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് സദൃശമായ ബന്ധമാണ് നല്ല ഇടയന് തൻ്റെ അജഗണത്തോട് ഉണ്ടാകേണ്ടതെന്ന് വ്യക്തമാക്കുന്നു. നാലാമതായി ആട്ടിൻപറ്റത്തെ ഐക്യത്തിൽ വളർത്തുന്നവനാണ് നല്ല ഇടയൻ. ഒരാട്ടിൻപറ്റവും ഒരിടയനും എന്ന കാഴ്ചപ്പാടിലേക്ക് വളരാൻ കഴിയണം. ഇന്നത്തെ തിരുവചനം നൽകുന്ന ഇടയധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉൾക്കൊണ്ട് യേശുവിന് ആ ജനത്തോട് തോന്നിയ അനുകമ്പ, തുടർന്ന് അവരെ ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നതിലും അപ്പം വർദ്ധിപ്പിച്ച് അവരെ സംതൃപ്തരാക്കുന്നതിലേക്ക് നയിച്ചതുപോലെ അനുദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സഭയിലും സമൂഹ ബന്ധങ്ങളിലും അനുകമ്പയുള്ളവരായി മാറാനും ഇടയധർമ്മം നിർവഹിക്കുവാനും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.